ഇറാൻ സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ തുടരുന്നതിനിടെ തന്നെ പുതിയ സൈനിക പ്രഖ്യാപനവുമായി ഇറാൻ ശത്രു രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന അതിശക്തമായ പുതിയ ആയുധം ഉടൻ തന്നെ പുറത്തുവിടുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ സൈന്യം നൽകിയിരിക്കുന്നത്. ഇറാന്റെ പുതിയ നിർദ്ദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതിന് പിന്നാലെയാണ് ഈ പ്രകോപനകരമായ പ്രതികരണം ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത്. ഇറാന്റെ നേവി കമാൻഡർ ഷെഹ്റാം ഇറാനി വ്യക്തമാക്കുന്നത് ശത്രുക്കളുടെ വളരെ അടുത്ത് തന്നെ വിന്യസിപ്പിക്കുന്ന ഒരു ആയുധമാണിത്. വളരെ പെട്ടെന്ന് തന്നെ ഈ ആയുധം ഉപയോഗിച്ച് പ്രതികരിക്കുമെന്നും അത് കണ്ടാൽ ശത്രുക്കൾക്ക് ഹൃദയാഘാതം വരുമെന്നതിനാൽ തന്നെ അത് മതിയാകുമെന്ന് അദ്ദേഹം പരിഹാസ രൂപേണ തന്നെ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷാവസ്ഥ ശക്തമാകുന്ന സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത്. അതേസമയം മിഡിൽ ഈസ്റ്റിൽ സംഘർഷാവസ്ഥ രൂക്ഷമാകുമ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അമേരിക്ക നടത്തിയത്. ഇറാനെതിരായ സൈനിക നടപടിക്ക് യുഎസിന് ചിലവായത് ഏകദേശം $2,500 കോടി. ഇറാനിൽ ബോംബിടാൻ മാത്രമാണ് ഇറാൻ ഇത്രയധികം പണം ചിലവഴിച്ചിരിക്കുന്നതെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. ബോംബുകൾ, അത്യാധുനിക ആയുധങ്ങൾ, സൈനിക ഓപ്പറേഷനുകൾ, ഇറാനെ ലക്ഷ്യമിട്ട് നടത്തിയ നീക്കങ്ങൾക്കാണ് ഈ വൻ ചിലവ്. US കോൺഗ്രസിലെ സായുധ സേന സ്ഥിരം സമിതിയുടെ തെളിവെടുപ്പിലാണ് പെന്റഗൺ ഉദ്യോഗസ്ഥർ ഈ കണക്ക് വെളിപ്പെടുത്തിയത്. ഇറാനെതിരെ യുദ്ധക്കളത്തിൽ US അതിശയിപ്പിക്കുന്ന സൈനിക വിജയം നേടിയെന്നും 2027 സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രതിരോധ വകുപ്പിന് $1.5 ട്രില്യൺ ബഡ്ജറ്റ് അനിവാര്യമാണ് എന്നും അദ്ദേഹം അവകാശപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രതിരോധ ബഡ്ജറ്റ്, ഇറാൻ സംഘർഷം തുടങ്ങിയ വിഷയങ്ങളിലെ ചോദ്യങ്ങൾക്ക് അവിടെ ഉത്തരം നൽകാൻ ഹെക്സത്ത് ആകട്ടെ കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാവുകയും അതേസമയം അറബിക്കടലിൽ അതീവ നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നതായും വിലയിരുത്തലുകൾ പുറത്തുവരുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ വിന്യസിപ്പിച്ച 2000-ലധികം US നാവികരുടെ വ്യക്തിവിവരങ്ങൾ ചോർത്തിയെന്ന അവകാശവാദവുമായി ഇറാൻ ബന്ധമുള്ള ഹാക്കർ ഗ്രൂപ്പ് രംഗത്ത് വന്നിരുന്നു. ഇക്കാര്യത്തിൽ US സൈനിക ആസ്ഥാനമായ പെന്റഗൺ അന്വേഷണവും ആരംഭിച്ചിരിക്കുകയാണ്. സമാധാന ചർച്ചകൾ മന്ദഗതിയിലായിരിക്കെ തന്നെ സൈനിക പ്രഖ്യാപനങ്ങൾ പുതിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ വളരെ വേഗത്തിൽ വിജയം കൈവരിക്കാമെന്ന ശത്രുക്കളുടെ മോഹം വെറും തമാശയായി തന്നെ മാറിയിരിക്കുകയാണ് എന്നും ഇറാൻ സൈന്യം ഇവിടെ പരിഹസിക്കുകയും ചെയ്തു. 3 ദിവസം മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഉടനെ അവിടെ വലിയ രീതിയിൽ ഒരു നീക്കം, ശത്രുക്കൾക്ക് നേരെ വലിയൊരു നീക്കം നടക്കുമെന്നും എന്നാൽ സൈനിക സർവകലാശാലകളിൽ ഇപ്പോൾ ഇതൊരു തമാശയായി തന്നെ പറയപ്പെടുന്നതായും ഇവിടെ ഇദ്ദേഹം സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് സംഘർഷം രൂക്ഷമായതിനു ശേഷം പശ്ചിമേഷ്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള അമേരിക്കൻ, ഇസ്രായേൽ ലക്ഷ്യങ്ങൾക്ക് നേരെ ഇറാൻ സായുധ സേന 100-ലധികം തിരിച്ചടികൾ നൽകിയതായും ഇവിടെ അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു. മേഖലയിലെ അതീവ സുരക്ഷയ്ക്കുള്ള സൈനിക കേന്ദ്രങ്ങളാണ് ഈ ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടത്. അമേരിക്കയുടെ ആ ഒരു നിർമ്മിത ബുദ്ധിക്ക് മറുപടി നൽകുമെന്നും അമേരിക്കയുടെ ആ വലിയ രീതിയിലുള്ള വ്യാമോഹങ്ങൾ അതിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നൽകുമെന്നതാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ പ്രതികരണം ശത്രുക്കൾ പ്രതീക്ഷിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. നാവിക ആക്രമണത്തിൽ അതിൽ പരാജയപ്പെട്ടാൽ അതിനെ തുടർന്നുകൊണ്ട് അമേരിക്ക മേഖലയിൽ കൂടുതൽ ഡിസ്ട്രോയർ മിസൈലുകൾ അവിടെ വിന്യസിപ്പിച്ചിരിക്കുന്നതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ നീക്കങ്ങളാകട്ടെ ഇപ്പോഴും സ്തംഭനാവസ്ഥയിലാണ് എന്നും അത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ വലിയ ഒരു വിന്യാസം നടത്താൻ അവിടെ തയ്യാറെടുക്കുന്നതായും പുതിയ ആയുധം അവിടെ രൂപകൽപ്പന ചെയ്യുന്നതായി തന്നെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.